ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്നത്തെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് പേർക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ അസൈൻമെൻറ്റ് തിരിച്ചയക്കുക എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ട്യൂട്ടോറിയലാണ്. ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഒരു ഗൂഗിൾ ക്ലാസ്സിലേക്ക് കയറുകയാണ്. സോ classroom.google.com. ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്ത കാരണം എൻ്റെ ക്ലാസ് റൂമിലേക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രം ദ സ്ക്രാച്ച് ഇറ്റ് സെൽഫ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്സ് എന്ന് പറയുന്നത്, ഗൂഗിൾ ക്ലാസ് കാർഡ്സ് ആണ്. അപ്പോൾ ഓരോരു സെമസ്റ്ററും ബേസ്ഡ് ആയിട്ട് ഞാൻ ക്ലാസ്സസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിലൊന്നും വർക്ക് ചെയ്യുന്നില്ല, പുതിയൊരു ക്ലാസ്സാണ്, നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എൻ്റെ ടോപ്പ് റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് കാണും. അപ്പോൾ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഒരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിന് ഒരു സെർട്ടൻ സ്റ്റുഡൻസിന് ഞാൻ ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്ത് അവരിലൂടെ എങ്ങനെ അസൈൻമെൻറ്റ്സ് സെൻഡ് ചെയ്യുന്നു, മെറ്റീരിയൽ സെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ തിരിച്ചെങ്ങനെ ഈ അസൈൻമെൻറ്റ് കളക്ട് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടത്, അപ്പോൾ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ പർപ്പസ് അറിയാം, ഒരു ടീച്ചർ സ്റ്റുഡൻസ് ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് പൊതുവെ ക്ലാസ്സസിനെ ക്രിയേറ്റ് ചെയ്യും, സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സസിനെ ജോയിൻ ചെയ്യും. അപ്പോൾ ഈ രണ്ട് സെക്ഷൻസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കി നോക്കാം, ക്രിയേറ്റ് ക്ലാസ്. അപ്പോൾ ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കോൺസെപ്റ്റ്സ് നമുക്ക് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവില്ല. അവർക്ക് വേറെ എന്താ പറയുക, വേറെ സ്റ്റുഡൻസിനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്തോളൂ. അപ്പോൾ ഇത് മെയിനായിട്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ആണ് നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലബ് ചെയ്തിട്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർക്കും യൂസ്ഫുൾ ആണെങ്കിൽ എടുത്തോളൂ. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ലൈക്ക് ചെറിയൊരു അഗ്രിമെൻ്റ് ആണ്. ലൈക്ക് ഞാനിത് സ്കൂളിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആളുടെ സ്റ്റുഡൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലാതെ കോളേജോ അല്ലെങ്കിൽ സ്കൂൾ ബേസ്ഡ് ആയിട്ടില്ല എന്നുള്ള ഒരു അഗ്രിമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അക്നോളജ് ചെയ്യുന്നു. ഓക്കെ, കണ്ടിന്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസിൻ്റെ പേരാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സബ്ജക്റ്റും അതുപോലെ തന്നെ ലൈക്ക് RWD ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കൊടുക്കുന്നു. ബാക്കിയുള്ളതൊന്നും നെസസറി അല്ല, ഈവൻ നമുക്ക് ഈ സബ്ജക്റ്റ് പോലും നെസസറി അല്ല. ലൈക്ക് ക്ലാസ് നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിക്വയർഡ് ആണ് അത്. ഓക്കെ, ഇത് കൊടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കുമായിരിക്കും, ബിക്കോസ് ഈ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവ്സും കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യണം ഗൂഗിളിന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ ക്രിയേറ്റഡ് ആയി. അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വെച്ചാൽ നോക്കി നോക്കാം. ഇത് ഈ കാണുന്ന ലൈക്ക് നമ്മുടെ ഹാംബർഗർ മെനു നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, അപ്പോൾ ഇത്രയും ക്ലാസ് നമ്മുടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ക്ലാസ്സാണിത്. ഓക്കെ, ടെസ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരെണ്ണം എക്സ്ട്രാ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ സ്റ്റുഡൻസ് ഒന്നുമില്ല, 0 സ്റ്റുഡൻസ് ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ മൊത്തം ഇൻഫർമേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ടീച്ചറിൻ്റെ സൈഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ഈ 4 മെനൂസ് നമുക്ക് വരും: സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, ഗ്രേഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സ്ട്രീം എന്ന് പറയുന്നത് അനൗൺസ്മെൻ്റ് ആണ്. ഓക്കെ, ഇന്ന ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രീം. ക്ലാസ് വർക്ക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പീപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് ആരെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ അവരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ്. ദെൻ ഗ്രേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അസൈൻമെൻറ്റ്സിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അസൈൻ ചെയ്യാനും അതേപോലെ സ്റ്റുഡൻസിന് ഇത് പാസ് ഓവർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സെക്ഷൻ. അങ്ങനെ 4 മെയിനായിട്ടുള്ള ടാപ്സാണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഞാൻ എനിക്ക് ടോപ്പിക് ക്രിയേറ്റ് ചെയ്യണം. ആ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ എനിക്കൊരു മെറ്റീരിയൽസ് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ആ പർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് എനിക്ക് കമ്പോസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മളൊരു ടോപ്പിക്കിന് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ക്ലാസ് വർക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലാസ് വർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിത് ഇങ്ങനെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു മെനു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആദ്യം നമുക്ക് വേണ്ടത് ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോപ്പിക്കിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് നമ്മുടെ സിലബസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു എല്ലാ ടോപ്പിക്കിലും എല്ലാ സബ്ജക്റ്റിലും ഒരു 5 മോഡ്യൂളുകൾ ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഫസ്റ്റ് മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ക്രിയേറ്റ് ചെയ്ത മോഡ്യൂൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദ സെയിം വേ ഒരു സെവറൽ മോഡ്യൂൾസ് ഞാൻ കമ്പോസ് ചെയ്യാം. ഓക്കെ, മോഡ്യൂൾ 2. ഓക്കെ, ആൻഡ് വൺ മോർ മോഡ്യൂൾ 3. ഓക്കെ, അപ്പോൾ 3 ടോപ്പിക്കായി.
അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യാം നമുക്ക്. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ലൈക്ക് ഈ കാർഡിൻ്റെ അവിടെ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് എങ്ങനെ വേണ്ടിച്ചാൽ ആ ഒരു ഓർഡറിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാനും പറ്റും, നമുക്ക് സബ് മെനൂസ് ആയിട്ട് ഇങ്ങനെ കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണ്ടത് മോഡ്യൂൾ 3-നകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റീരിയൽ, ഓക്കെ, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിന് പാസ് ചെയ്യാൻ പോവുകയാണ്. അതിന് റിലേറ്റ് ചെയ്യുന്ന ഒരു അസൈൻമെൻറ്റും കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കിയാവും. അപ്പോൾ നമ്മൾ ടോപ്പിക്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ മെറ്റീരിയൽസിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടി ഞാൻ ഇതിനകത്ത് ടൈറ്റിൽ, എന്താണ് ടൈറ്റിൽ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈക്ക് ടൈറ്റിൽ കൊടുക്കാൻ പോണത് 01 ബേസിക്സ് ഓഫ് RWD, അതർവൈസ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ലീവ് ചെയ്യുന്നു. ആൻഡ് ഇതിലേക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് വേണമെങ്കിൽ മെറ്റീരിയൽസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ. അപ്പോൾ നേരത്തെ ചെയ്ത ആ ഒരു വർക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഈ ആഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ്, നിങ്ങളുടെ ഫയൽസിന് നിങ്ങളുടെ ഡ്രൈവിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള URL ഉണ്ട് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് ലൈവാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെബ്സൈറ്റ് ലിങ്ക്സ് നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണം വെച്ചാൽ അതിന് ഉള്ള മെറ്റീരിയൽ കൊടുക്കാം. നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിനകത്തുള്ള ഏതെങ്കിലും ഫയൽസ്, ആ ഫയൽസ് എന്ത് വേണമെങ്കിലും ആവാം. ഇമേജ് ഫയൽസ് ആയിരിക്കാം, PDF ആയിരിക്കാം, ഓഡിയോ ഫയൽസ് ആയിരിക്കാം, വീഡിയോ ഫയൽസ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ഇതിലൂടെ നമുക്ക് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ സിസ്റ്റത്തിലല്ല കിടക്കുന്ന ഒരു വീഡിയോ ഫയൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു വീഡിയോ ഫയൽ ഫ്രം ദ യൂട്യൂബ് ചാനൽ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ നിന്ന് നമുക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു യൂട്യൂബ് തന്നെ നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു യൂട്യൂബിൻ്റെ ഒരു ചെറിയ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ തന്നെ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ലൈക്ക് ദിസ് ആൻഡ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതാണ്. ജസ്റ്റ് ഇത് കിട്ടി, ആഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, വൺസ് ഇതെല്ലാം നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഈ മെറ്റീരിയലിനകത്തുള്ള കണ്ടന്റ് നമുക്ക് റിമൂവ് ചെയ്യാം. വൺസ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫയലായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. മൊത്തം മെറ്റീരിയൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഈ കാണുന്ന 01 ബേസിക്സ് ഓഫ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്ന മെറ്റീരിയൽ തന്നെ റിമൂവ് ചെയ്തെങ്കിലേ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അറ്റ് പ്രസൻറ്റ് നമ്മുടെ ഈ ക്ലാസ് റൂമിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾ കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പോസിബിലിറ്റീസ് ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ഇനി ഈ കാണുന്ന മെറ്റീരിയൽ ആർക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഏതിന് വേണ്ടിയിട്ട്? അപ്പോൾ ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ക്ലാസ് ആണ്. ആ ടെസ്റ്റിനകത്തുള്ള ഇതുവരെ ഞാൻ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ ഭാവിയിൽ സ്റ്റുഡൻസ് ആഡ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ സ്റ്റുഡൻസിനും പൊക്കോട്ടെ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഏത് ടോപ്പിക്കാണ്, ടോപ്പിക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത 3 മോഡ്യൂൾസ് ഉണ്ടായിരുന്നു. അതിൽ 3ാമത്തെ മോഡ്യൂളിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടൈറ്റിൽ വന്ന് കൊടുക്കുന്നത്. അപ്പോൾ 3ാമത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ജസ്റ്റ് വേറെ ഒന്നുമില്ല, പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രോംപ്റ്റായിട്ട് പോസ്റ്റ് ചെയ്യേണ്ട, ഞാൻ പറയുന്ന ഡേറ്റിലും ടൈമിലും എനിക്ക് പോസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂൾ ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ ഏത് ഡേറ്റിനാണ് വേണ്ടത് മെൻഷൻ ചെയ്യാൻ പറ്റും. അതേസമയം നമുക്ക് ടൈമും വേണമെങ്കിൽ ടൈമും അതിൻ്റെ താഴെ നമുക്കുണ്ട്. ഓക്കെ, ഇന്ന ടൈം നമുക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രോംപ്റ്റായിട്ട് തന്നെ ആഡ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ഒന്നുമില്ല. മോഡ്യൂൾ 3 നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയൽ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഫുൾ മെറ്റീരിയൽസ് നമുക്ക് കാണുന്ന വെച്ചാൽ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്താൽ മതി. ദിസ് ഇസ് ദ കണ്ടന്റ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് കണ്ടന്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടന്റ്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ലൈക്ക് ഒരു മെറ്റീരിയൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വരുന്നുണ്ട് സന്തോഷ് കുമാർ പോസ്റ്റഡ് ന്യൂ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ഓഫ് 01 ബേസിക്സ് ഓഫ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ. ദാറ്റ്സ് ഇറ്റ്. 5 മണിക്കാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി ഈ കാണുന്ന ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു അസൈൻമെൻറ്റും കൂടി എനിക്കൊന്ന് വേണം. അപ്പോൾ ഇത് സ്ട്രീമിലാണ് വന്നെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് റൂമിലേക്ക് നമ്മൾ പോകുന്നു. ക്ലാസ് റൂമിൽ ഇവിടെ കാണുന്നുണ്ട് മോഡ്യൂൾ 3 ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ ഈ മോഡ്യൂൾ 3 തന്നെ ഇതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യും, ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഒരു 4-5 കണ്ടന്റ് ആകുമ്പോൾ എനിക്കൊരു അസൈൻമെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റിനകത്ത് അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്താണ് അസൈൻമെൻറ്റ് ടോപ്പിക്. ഓക്കെ, 01
റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ submit the assignment on or before എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഡേറ്റ് തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ 6 May 2020 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അവർ കൊടുക്കാൻ പോകുന്ന അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ഫയലായിട്ടായിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെബ്സൈറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇമേജസ് വേണ്ടി വന്നുകൊണ്ടിരിക്കും, സാമ്പിൾ ഫയൽസ് ചിലപ്പോൾ വേണ്ടി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ ലോക്കൽ മെഷീനിൽ തന്നെ ഞാൻ എടുത്തിടാൻ പോവുകയാണ്. അവർ കൊടുക്കാൻ പോകുന്ന മെറ്റീരിയൽസ് എല്ലാം എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഒരു ലൊക്കേഷനിൽ ഞാൻ എന്ത് ചെയ്യുന്നു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനകത്ത് ഫയൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫയൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഓക്കെ സെലക്ട് ഫയൽസ് ഫ്രം യുവർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ ലോക്കൽ സിസ്റ്റമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ കമ്പോസ് ചെയ്ത ഈ RWD ചാലഞ്ചിനകത്ത് ലെക്ചേഴ്സിനകത്ത് ഇതാണ് എൻ്റെ അസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ അസൈൻമെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു PDF ഫയൽ ഉണ്ട്, ഒരു ഫോട്ടോഷോപ്പ് ഫയൽ ഉണ്ട്, അതുപോലെ തന്നെ കുറേ ഇമേജസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഫോൺസ് എന്തൊക്കെ ഫോൺസ് വേണ്ടി വെച്ചാൽ. അപ്പോൾ ഇതെല്ലാം ആ ഒരു വെബ്സൈറ്റ് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന ഫോൾഡറിന് വേണം എനിക്ക് അപ്പ് ചെയ്യാൻ. അപ്പോൾ ഫോൾഡറിന് നമുക്ക് നേരിട്ട് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോൾഡറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിൻഡ്രാറോ അല്ലെങ്കിൽ വിൻസിപ്പ് ഉണ്ടോ വെച്ചാൽ അതിലൂടെ ഇതിനെ കംപ്രസ് ചെയ്ത് ഒറ്റൊരു ഫയലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് ആ ഫയലിന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആഡ് ടു എന്ന് പറഞ്ഞ് കൊടുക്കുക, അതർവൈസ് സെൻഡ് ടുവിനകത്ത് കംപ്രസ്ഡ് സിപ്പ് ഫോൾഡർ, അതായത് നമ്മുടെ വിൻഡോസ് ലേറ്റസ്റ്റ് വേർഷനകത്തൊന്നും നമുക്ക് ഈ വിൻസിപ്പോ വിൻഡ്രാറോ ഒന്നും ആവശ്യമില്ല. വിൻഡോസ് തന്നെ എന്ത് ചെയ്യും, ഇതിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്രസ് ചെയ്തിട്ടുള്ള ഫയലാണ് ദിസ് വൺ. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഫയലോടെ അറ്റാച്ച്ഡ് ആയി. അപ്ലോഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. Now it is in the process of upload. Okay, uploading കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ കണ്ടന്റ്. ഓക്കെ, റൈറ്റ്. ഇനി ഇത് എങ്ങനെ സ്റ്റുഡൻസിന് സെൻഡ് ചെയ്യാൻ നോക്കിയാകും. ഇത് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ടോപ്പിക് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്ത പോലെ തന്നെ ഈ കാണുന്ന അസൈൻമെൻറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. അതിനകത്ത് ഞാൻ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും വേണോ? യെസ്, എല്ലാ സ്റ്റുഡൻസിനും വേണം എന്നുള്ളൊരു റെസ്പോൺസ്. ഇനി ഇതെങ്ങനെ നമ്മൾ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് വാല്യുവേറ്റ് ചെയ്യാൻ പോകുന്നത്, ചിലർ 10 മാർക്കിന് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ 100 മാർക്കായിരിക്കും. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, 10 മാർക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഡ്യൂ ഡേറ്റ് എന്തെങ്കിലും കൊടുക്കാൻ പോകുന്നുണ്ടോ? യെസ്, ഡ്യൂ ഡേറ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇന്ന സമയത്തിനകത്ത് എനിക്ക് തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സമയം 5:04 ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 5:30 ആവുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഒരു 5:15 ആവുന്നതിൻ്റെ മുമ്പ് എനിക്ക് ഇത് എന്ത് ചെയ്യണം, തിരിച്ചയക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 6th തന്നെ വേണം. ടൈം എനിക്ക് എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 5:15 ആകുമ്പോഴേക്കും എനിക്ക് തിരിച്ചു വരണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടൻറ്റ്. ഏത് ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ളതാണ്, അപ്പോൾ ടോപ്പിക് മോഡ്യൂൾ 3ന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇത്രയും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് അസൈൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തായി, നമ്മളൊരു ടോപ്പിക്ക് എടുക്കാൻ പോകുന്നു. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഇനി ഈ എടുത്ത ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് ഇത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും രണ്ടായിട്ട് കാണുന്നത്, രണ്ടും മോഡ്യൂൾ 3ന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന PDF. ഓക്കെ, PDF അല്ല, റാർ ഫയലാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ടേൺഡ് ഇൻ അസൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ടേൺഡ് ഇൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത അസൈൻമെൻറ്റ് നമ്മുടെ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്ത് തിരിച്ചു തരുമ്പോൾ ഇവിടെ എത്ര പേർ തിരിച്ചു തന്നു നമുക്ക് അറിയാൻ പറ്റും, എത്ര പേർക്ക് അസൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു സ്റ്റുഡൻറ്റിനെ പോലും ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആരൊക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസ്, ഈ കാണുന്ന ക്ലാസ്സിനെ ആക്സസ് ചെയ്യാൻ പ്രിവിലേജുള്ള സ്റ്റുഡൻസ് ആരൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഉള്ളൂ. ലൈക്ക് ക്രിയേറ്റ് മെത്തേഡ് വഴി ടോപ്പിക് കമ്പോസ് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ആ ടോപ്പിക് കംപ്ലീറ്റഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു അസൈൻമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതുകൂടാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ സമയം പോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പീപ്പിൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഏതൊക്കെ സ്റ്റുഡൻസ് ആക്സസ് ചെയ്യണം, ജസ്റ്റ് പീപ്പിളിലേക്ക് മാറുന്നു. ഇപ്പോൾ മെയിനായിട്ടുള്ള ടീച്ചർ സന്തോഷ് കുമാറാണ്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഒരു കോ ടീച്ചറായിട്ട് വേറൊരു ഫാക്കൽറ്റീനെ, ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തന്നെ 2 ഫാക്കൽറ്റീസ് എടുക്കുന്നുണ്ടെങ്കിൽ ആഡ് ബട്ടൺ യൂസ് ചെയ്ത് അവരുടെ ഇമെയിൽ ID നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്റ്റുഡൻസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഞാൻ തന്നെ ഇവിടെ ഉള്ള ഒരു പേഴ്സണൽ മെയിലിലേക്കാണ് ഞാനിപ്പോൾ ഇവിടെ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഓക്കെ, ദിസ് ഈസ് ഓൺ ID, another one student. ഓക്കെ, അടുത്തത്. അപ്പോൾ ഈ 3 സ്റ്റുഡൻ്റ് ആണ് അസ്യൂം ചെയ്യുന്നത്. ജസ്റ്റ്
ഇൻവൈറ്റ് എന്ന് പറയുന്നു. ഈ ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ സ്റ്റുഡൻസിൻ്റെ ജിമെയിൽസ് ഒക്കെ ഒന്ന് ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കാം. സ്റ്റിൽ നൗ ഇതിനകത്ത് ഒന്നുമില്ല. 3 സ്റ്റുഡൻസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമെയിൽ ബോക്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസൻറ്റ് മെയിലൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇൻവൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ 3 സ്റ്റുഡൻസ് ആഡായി. 3ഉം ഗ്രേ കളറിലാണ് കാണുന്നത്. ബ്രാക്കറ്റിൽ ഇൻവൈറ്റഡ് ഇൻവൈറ്റഡ് ഇൻവൈറ്റഡ്. ഈ 3 സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അതാത് സ്റ്റുഡൻറ്റിൻ്റെ മെയിൽ ബോക്സ് ഒന്ന് നമ്മൾ റീലോഡ് ചെയ്യുകയാണ് വെച്ചെങ്കിൽ, ജസ്റ്റ് റീലോഡിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത മെയിലെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ വരാത്തുള്ളൂ. യെസ്, അപ്ഡേറ്റ്സിനകത്ത് കിടക്കുന്നത് വന്നു കഴിഞ്ഞു. കണ്ട, സന്തോഷ് കുമാർ ക്ലാസ് ഇൻവിറ്റേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനകത്ത് ഇങ്ങനത്തെ ഒരു കാർഡാണ് ഇവിടെ കാണുന്നത്. ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ സ്റ്റുഡൻ്റ് ആണ്. അസ്യൂം ചെയ്യുക. ജസ്റ്റ് ഞാൻ ജോയിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ജോയിൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഓക്കെ, അഗൈൻ ജോയിൻ. പ്രോസസ്സിങ്. അപ്പോൾ ഈ വ്യക്തിക്ക് നമ്മുടെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എങ്ങനെ വെച്ചെങ്കിൽ ആ മെറ്റീരിയൽസ് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ആൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ആ വർക്കും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചെങ്കിൽ എത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ വരുമായിരിക്കും. ദിസ് ഇസ് ദ കണ്ടൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അപ്പോൾ അസൈൻമെൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡ് ഓപ്ഷൻ. അപ്പോൾ എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത്, ആ അസൈൻമെൻറ്റിന് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് വെച്ചാൽ ലൊക്കേഷൻ ചോദിക്കും. ഡിഫോൾട്ടായിട്ട് ഡൗൺലോഡ്സിലേക്കാണ് പോകുക. സേവ് ഫയൽ പറഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഒരാൾ മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് സൈൻ ചെയ്തിട്ടുള്ളൂ. ഏതാ, ഈ കാണുന്ന വ്യക്തി മാത്രം ഇതിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കാൻ യു സി, ഇപ്പോൾ ഈ ഗ്രേ കളർ മാറിയിട്ട് ഒരു ഡാർക്ക് കളറിലാണ് വന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും 2 പേര് ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സൈമൾട്ടേനിയസ്ലി ക്വിക്കായിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇത് ഈ കാണുന്ന കണ്ടൻറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോയിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പോഴേക്കും അടുത്ത ആളും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം നമുക്ക്. ഓക്കെ, ജോയിൻ ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പോൾ അതായത് സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടെ ആളുടെ ഓരോരോ ക്ലാസ് റൂംസും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു വിൻഡോയിലിരുന്ന് വർക്ക് ചെയ്യുന്ന കാരണമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ജോയിൻ ചെയ്യുമ്പോൾ വേറൊരാളുടെ പ്രൊഫൈലിലാണ് കാണുന്നത്. കറക്റ്റ് കണ്ട, ദിസ് ഇസ് ഡിഫറെൻറ്റ് പ്രൊഫൈലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മാറ്റിയപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒറ്റൊരു മെഷീനിലിരുന്ന് വർക്ക് ചെയ്യുന്ന കാരണമാണ് ഇങ്ങനത്തെ ഇഷ്യൂ. നിങ്ങൾ ഡിഫറെൻറ്റ് മെഷീനിലാകുമ്പോൾ വലിയ പ്രോബ്ലം വരില്ല. അപ്പോൾ ജോയിൻ ക്ലാസ് കൊടുക്കുക. ജോയിൻ ക്ലാസ് കൊടുക്കുമ്പോൾ ഇവിടെ ക്ലാസ് കോഡ് ചോദിക്കും. അപ്പോൾ ഈ കാണുന്ന ക്ലാസിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് കോഡ്. ഈ ക്ലാസ് കോഡിനെ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ദെൻ ലേറ്റർ നമ്മുടെ ജോയിൻ ചെയ്യേണ്ട ക്ലാസ് കോഡിനകത്ത് ടൈപ്പ് ചെയ്ത് ജോയിൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ രണ്ടാമത്തെ സ്റ്റുഡൻറ്റും കൂടി ഇതിലിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നോക്കുന്നുണ്ട്, ഇത് വേറൊരാളുടെയാണ്. ക്ലോസ് ചെയ്യുന്നു. ഇമെയിൽ IDs എല്ലാം ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇവിടെയും ഒരാൾ ജോയിൻ ചെയ്യണം. ആളുടെയും വേറെ മാറി കിടക്കണം. ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, ഓക്കെ, റൺ പ്ലസ് ബട്ടൺ, ജോയിൻ ക്ലാസ്. ഓക്കെ, ജോയിൻ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ 3 പേര് ഇപ്പോൾ ക്ലാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്താം. ഈ ജിമെയിൽസ് ഒക്കെ ഞാൻ ഇനി ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാൻഡിഡേറ്റ്, ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. സെക്കൻഡ് വൺ ക്ലോസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ എസ് എന്ന് പറയുന്ന ഓക്കെ വേറൊരു വ്യക്തിയാണ്.
തേർഡ് വൺ വി. ഓക്കെ, അപ്പം 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 3 എണ്ണം നമുക്ക് അപ്ഡേറ്റ് ആയി കാണുന്നുണ്ടാവും. പീപ്പിൾസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ 3 പേരും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ മെറ്റീരിയൽസ് എല്ലാം ആക്സസ് ചെയ്യുന്നു, എല്ലാം കറക്റ്റായിട്ട്. ഇനിയിപ്പോൾ റീസെൻഡ് ചെയ്യണം. ഒൺസ് എല്ലാ കണ്ടൻറ്റും ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അസൈൻമെൻ്റ് എല്ലാം നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതുള്ളത് അവർ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തിരിച്ചയക്കണം. അപ്പോൾ തിരിച്ചയക്കണത് എങ്ങനെയാണ് വരിക എന്നുള്ള കോൺസെപ്റ്റും കൂടി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ബട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ സെൽഫായിട്ട് നോക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇപ്പോൾ സമയം 5:12 5:15 മുമ്പായിട്ട് ഒരാളിന് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ റെസ്പോൺസീവ് വെബ് ഡിസൈനിൻ്റെ അസൈൻമെൻറ്റ് എന്ത് ചെയ്യുന്നു, ആൾ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആൾ ക്രിയേറ്റ് ചെയ്ത ഫയലിനെ അപ്ലോഡ് ചെയ്യണം, തിരിച്ചയക്കണം. കണ്ടോ, ഓരോരുത്തർ കാർഡ് നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയും അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 3 പേരെ വീണ്ടും ഇപ്പോൾ ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ യുവർ വർക്ക് അസൈൻഡ്, രണ്ടാമത്തെ വ്യക്തിയുടെയും അസൈൻഡ് ആണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഒരു സ്റ്റുഡൻറ്റ് ആൾ ചെയ്ത വർക്കിനെ നമുക്ക് തിരിച്ചയക്കാൻ പോകുകയാണ്. അപ്പോൾ ആഡ് ഓർ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വീണ്ടും ആളുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഫയലാണ് നമുക്ക് തിരിച്ചയക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ ആ കേസ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ ഓക്കെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ലെക്ചേഴ്സിനകത്ത് ഇൻ കേസ് ഇതാണ് ആൾ ചെയ്ത ഫയലെങ്കിൽ, തിരിച്ച് തരാൻ പോകുന്ന ഫയലെങ്കിൽ, ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ വെബ് പേജ് ഓപ്പണായി വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫയൽ, റൈറ്റ്. അപ്പോൾ ഈ ഫയലാണ് തിരിച്ചയക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫയലിന് വേണ്ടിയിട്ട് ഇമേജ് ഫോൾഡറിനകത്തുള്ള ഇമേജസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും, ഫോൺസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും, CSS യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഈ കാണുന്ന ഫോൾഡറാണ്. അപ്പോൾ ഈ ഫോൾഡർ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ സെൻഡ് ടു ഓപ്ഷൻ വഴി കംപ്രസ്ഡ് സിപ്പ് ഫോൾഡറിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചെയ്യേണ്ടത് ഏത് സ്റ്റുഡൻ്റ് ആണ് ഇപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിതുല. ഓക്കെ ഫൈൻ, ആളുടെ പേരിൽ. അപ്പോൾ നിങ്ങളിതാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓൺ നെയിമിൽ കറക്റ്റ് നിങ്ങളുടെ സിപ്പ് ഫോൾഡറിനെ കമ്പോസ് ചെയ്യുക. ഓക്കെ, നിതുല ലൈക്ക്. അപ്പോൾ ഈ ഫയലാണ് നമുക്ക് തിരിച്ചയക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻ്റെ സൈഡിൽ നിന്ന് ഓക്കെ ഫയൽ 5:14 ആയിട്ടോ, സെലക്ട് യുവർ ഫയൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ കാണുന്ന ഫയലിനെ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഹാൻഡ് ഇൻ എന്ന് പറഞ്ഞു കൊടുക്കുക. ഹാൻഡ് ഇൻ അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫയലിനെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ടൈം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അൺസബ്മിറ്റ് ചെയ്ത് വീണ്ടും കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരിക്കലും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സബ്മിറ്റ് ചെയ്ത വ്യക്തിയുടെ കണ്ട ഹാൻഡഡ് ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇവിടേക്ക് വരുമ്പോഴേക്കും അസൈൻഡ്. ഓക്കെ, ഇതും അതുപോലെ തന്നെ അസൈൻഡ് എന്ന് പറഞ്ഞിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ സബ്മിറ്റ് ചെയ്താണെങ്കിൽ ഇത് ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരാളിനെയും കൂടി ഇതുപോലെ തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ് എന്ന് പറയുന്നത് ഓക്കെ വേറൊരു സ്റ്റുഡൻ്റ് ആണ്. ക്രിയേറ്റ് ഓക്കെ ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, സെലക്ട് യുവർ ഫയൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലിത് ഈ കാണുന്ന ഫയലിന് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. കോപ്പി അഗൈൻ പേസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആളുടെ പേര് ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു നെയിമിൽ ഞാൻ റീനെയിം ചെയ്തു. അപ്പോൾ ഈ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്ലോഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്ലോഡായി, അപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട മിസ്സിങ്. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞു വെച്ചെങ്കിൽ ഇവിടെ മിസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുക ചെയ്യുക. എനിഹൗ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് നേരത്തെ നമുക്ക് ഹാൻഡ് ഇൻ എന്ന് പറഞ്ഞിട്ട് വന്നു, ഇപ്പോൾ നമുക്ക് ടേൺ ഇൻ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ട് ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. ഓക്കെ, ടേൺ ഇൻ ചെയ്യുന്നു നമ്മൾ. ഓക്കെ, കണ്ടോ ഇവിടെ ടേൺഡ് ഇൻ ലേറ്റ്. ഇവിടെ വരുമ്പോഴേക്കും ആദ്യത്തെ ഒരാൾ കറക്റ്റ് ഇൻ ടൈമിൽ സബ്മിറ്റ് ചെയ്ത കാരണം ഹാൻഡഡ് ഇൻ എന്ന് പറഞ്ഞു വന്നു. ഡിലേഡ് ആണെച്ചെങ്കിൽ ലൈക്ക് ടേൺഡ് ഇൻ ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഇപ്പോൾ 2 പേര് മാത്രമേ സബ്മിറ്റ് ചെയ്തില്ല, മൂന്നാമത്തെ ഒരു വ്യക്തി സബ്മിറ്റ് ചെയ്തില്ല എന്ന് തന്നെ അസ്യൂം ചെയ്യുക. ഇവിടേക്കൊന്ന് വരുന്നുണ്ട്. വന്നിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെ സ്ട്രീം ഇപ്പോൾ ഇത് എൻ്റെ പ്രൊഫൈലാണ്, അതായത് ടീച്ചറിൻ്റെ പ്രൊഫൈലാണ്. അതുകൊണ്ടാണ് ഈ ഗ്രേഡ്സ് കാണുന്നത്. ബാക്കിയുള്ളവരുടെ പ്രൊഫൈലിൽ നമുക്ക് ആ ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട. ഒരു സ്റ്റുഡൻറ്റ് എടുക്കുന്നുണ്ട്, സ്ട്രീം ക്ലാസ് വർക്ക് പീപ്പിൾ, ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഈ ഗ്രേഡ്സ് എന്ന് പറയുന്നത് കാണാൻ പറ്റുള്ളൂ. എനിഹോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഇത്രയും 2 ഒരു വർക്കും ഇതും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് അസൈൻമെൻറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പോൾ ഇതിനകത്ത് 2 പേര് ടേൺ ഇൻ ചെയ്തിട്ടുണ്ട്, ഫയൽസ് അയച്ചു തന്നിട്ടുണ്ട്.
ഒരാൾക്ക് അസൈൻ ചെയ്തിട്ടുള്ളൂ, ആൾ തിരിച്ചയച്ചു തന്നിട്ടില്ല. ഓക്കെ, ഒരാൾ മിസ്സായിട്ടുണ്ട് ഇതിനകത്ത്, മിസ്സിങ് നോ അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. എന്നാലും എൻ്റെ ആ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന മൂന്നാമത്തെ വ്യക്തി ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, ആളുടെ ഇയാളാണ് ഇപ്പോൾ സെൻഡ് ചെയ്യാത്തത്, വി എന്ന് പറഞ്ഞ കേട്ടുള്ളത്. ഓക്കെ, ക്രിയേറ്റ് ഫയൽ. അപ്പോൾ ഫയലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്ത് അതിന് കറക്റ്റ് പ്രോപ്പർ നെയിം ആയിരിക്കും, നിങ്ങളുടെ നെയിമിൽ തന്നെ ഫോൾഡർ വേണം. ഓക്കെ, അല്ലാതെ റബ്ബിഷ് ആയിട്ടുള്ള നെയിംസ് ഒന്നും പ്രൊവൈഡ് ചെയ്യരുത്. ഓക്കെ, മൂന്നാമത്തെ ആൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിപ്പായിട്ട് വേണം സെൻഡ് ചെയ്യാൻ. അപ്പോൾ മൾട്ടിപ്പിൾ ഫയൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിപ്പായിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഞങ്ങൾക്കും ടീച്ചേഴ്സിന് അത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. കണ്ടോ, ഇവിടെ മിസ്സിംഗ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹാൻഡ് ഇൻ എനിഹൗ ഹാൻഡ് ഇൻ കൂടി ചെയ്യുന്നു. ഓക്കെ, ഹാൻഡ് ഇൻ ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇതെല്ലാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം, 3 പേരും നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടോന്നുള്ളത്. യെസ്, അസൈൻഡ്. ഇനി വല്ലവരും ബാലൻസ് ഉണ്ടോ, ആരുമില്ല. 3 പേരും നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഒരാൾ ഇൻ ടൈമിൽ സബ്മിറ്റ് ചെയ്തു, ബാക്കിയുള്ള 2 പേരും ലേറ്റ് ആയിട്ടാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫാക്കൽറ്റിയുടെ സൈഡിൽ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന ഫയൽസ് ഓരോരുത്തരായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ഫാക്കൽറ്റി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, കൺസേൺ ഫയൽ സിപ്പ് ഫോൾഡറിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പണായി വരിക. അപ്പോൾ ഈ വിൻഡോന്ന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഡ്രൗൺ എയർ ക്ലിക്ക് ചെയ്തിട്ട് ഏത് സ്റ്റുഡൻ്റാണ് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ടത് വെച്ചാൽ ആ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. അതർവൈസ് ഈ കാണുന്ന നെക്സ്റ്റ് ആറോ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത സ്റ്റുഡൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, എനിഹോ ഞാൻ ഫസ്റ്റ് കറക്റ്റ് ഇൻ ടൈമിൽ സബ്മിറ്റ് ചെയ്ത ആ സ്റ്റുഡൻറ്റ് വർക്കൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി ഈ വർക്കിനകത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുള്ളൂ നമുക്ക്. ഓക്കെ, ലെക്ചർ 5 ആ ഫോൾഡർ നെയിമാണ് കറക്റ്റ് വരുന്നത്. എനിഹോ നമ്മുടെ മെയിൻ സിപ്പ് ഫോൾഡർ നെയിം ഇതായിരുന്നു. ഓക്കെ, എനിഹോ ഇനി ഇത് വേണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ഡൗൺലോഡ് ഓപ്ഷൻ. ഓക്കെ, എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനൊന്ന് ഡൗൺലോഡ് ഒന്ന് സേവ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഡൗൺലോഡായി. ഇനിയിപ്പോൾ ഈ ഫോൾഡറിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് പോകുന്നു. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് ലൊക്കേഷനിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ലൈക്ക് എക്സ്ട്രാക്ട് ചെയ്ത് ആ ഫയൽസൊക്കെ എങ്ങനെയാണ് കറക്റ്റാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു നമ്മൾ. ഓക്കെ, ഓപ്പൺ ചെയ്തു, ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്ത് മാർക്ക് അസൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മാർക്ക് നേരത്തെ ഞാൻ അസൈൻ ചെയ്ത് 10 ഔട്ട് ഓഫ് 10 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, 7 മാർക്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രൈവറ്റ് കമൻറ്റ് കൊടുക്കണമെങ്കിൽ ഗുഡ് വർക്ക് എന്ന് പറഞ്ഞു സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി പോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മെസ്സേജ് എല്ലാ സ്റ്റുഡൻസിനും പോകില്ല, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് മാത്രമേ ഈ കാണുന്ന മെസ്സേജ് നമുക്ക് മൂവ് ആവുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുക്കുക. അതേ സ്റ്റുഡൻറ്റിന് തിരിച്ചയക്കുന്നു. നമ്മൾ വാല്യുവേറ്റ് ചെയ്ത മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചയക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റുഡൻറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, സെയിം വേ ഡൗൺലോഡ് ചെയ്ത് മാർക്ക് വാല്യുവേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നു. ഓക്കെ, ലേറ്റ് സബ്മിഷൻ ആയതുകൊണ്ട് ഒന്ന് മാർക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. കമൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു സ്റ്റുഡൻറ്റും കൂടി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് ആളുടെ ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് ആക്സസ് ചെയ്യുക. ആക്സസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്രയും മാർക്ക് വേണ്ടി വെച്ചാൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, കമൻ്റ് ഒന്നും കൊടുക്കാതെ റിട്ടേൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ വരുന്നുള്ളൂ. റൈറ്റ്, ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അവിടെ മാർക്ക് എത്രത്തോളം നമ്മൾ ഗ്രേഡ് ചെയ്തു, 3 പേർക്കോളം ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഇന്ന മാർക്ക് വെച്ചിട്ടാണ് ഔട്ട് ഓഫ് ഇത്രയും മാർക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന വെച്ചാൽ ഇത് ഇവിടുന്ന് ക്ലിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താലും മതി, നമ്മുടെ വിൻഡോയിലേക്ക് വന്നിട്ടുണ്ടാവും. എന്താ വല്ലതും കമൻറ്റ് കൊടുത്തിട്ടുണ്ടോ, യെസ് ഗുഡ് വർക്ക്, ഒരാൾക്ക് മാത്രമേ നമ്മൾ കമൻറ്റ് കൊടുത്തിട്ടുള്ളൂ, അത് താഴെ ഇവിടെ കാണും ചെയ്യുന്നുണ്ട്. ഇനി ഇത് സ്റ്റുഡൻസിനെ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു സ്റ്റുഡൻറ്റ് സൈഡിൽ ഈ പറഞ്ഞ വ്യക്തിയുടെ എന്ന് പറഞ്ഞ ആളുടെ ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ലൈക്ക് ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, പുതിയൊരു മെയിൽ വന്നിട്ടുണ്ട് അപ്ഡേറ്റ്സിൽ. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. കൻ യു സി ആൾക്ക് ഇന്ന ടോപ്പിക്കിന് നിങ്ങൾക്ക് ഇത്ര മാർക്കാണ് ഒന്ന് കൊടുക്കുന്നത്. സ്റ്റുഡൻറ്റ് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കാണും ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ഓപ്പൺ എന്ന് പറഞ്ഞിട്ട്.
ചെയ്താണ് വർക്ക്. എന്തെങ്കിലും കമൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിനും അവരവരുടെ മാർക്സ് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് സെൻഡ് ചെയ്ത് സ്റ്റുഡൻസിന് തന്നെ സെൽഫായിട്ട് അത് ചെക്ക് ചെയ്യാനും നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ബാക്കിലേക്ക് വരുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മുടെ ക്ലാസ് വർക്ക്സിനകത്ത് നിങ്ങളുടെ ഈ അസൈൻമെൻറ്റിനകത്ത് ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വ്യൂ അസൈൻമെൻറ്റ് കാണുന്നു. അസൈൻമെൻറ്റ് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മാർക്കും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ അസൈൻമെൻറ്റ്സിനും എത്ര മാർക്ക് കിട്ടിയുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഫാക്കൽറ്റീസിന് ഇപ്പോൾ ഈ മാർക്ക് ഇട്ടതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്ക് കുറയാൻ കാരണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ പ്രൈവറ്റ് മെസ്സേജ് ഈ കാണുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് മാർക്ക് എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ അത് നമുക്ക് അയക്കും ചെയ്യാം. ഹാവ് എൻ ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഫാക്കൽറ്റിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ചെക്ക് ചെയ്യുക. അസൈൻമെൻറ്റ് എടുക്കുന്നുണ്ട്, അതിൽ നിട്ടില്ല കനിസി. അപ്പോൾ നമ്മൾ അയച്ചതിൻ്റെ താഴെയായിട്ട് ഹാവ് എ ഡൗട്ട്. അപ്പോൾ എന്താണുള്ളത്, അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും നമുക്ക്. പ്രൈവറ്റ് മെസ്സേജ് ആണിത്. അപ്പോൾ ഈ മെസ്സേജ് ഒരിക്കലും വേറൊരു സ്റ്റുഡൻറ്റിലേക്ക് വരില്ല. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അടുത്തൊരു സ്റ്റുഡൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ കമൻ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, മാർക്ക് മാത്രമേ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് മാർക്ക് മാത്രമേ വരുന്നുള്ളൂ, കമൻറ്റ്സോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൈവറ്റ് മെസ്സേജ് ആണ് ഇതിലൂടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൈവറ്റ് മെസ്സേജ് കമൻറ്റ്സ് ഇത്രയുള്ളൂ ഇതിൻ്റെ ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് സൈഡിൽ നിന്ന് എങ്ങനെയാണ് അസൈൻമെൻറ്റ് കമ്പോസ് ചെയ്ത് ഒരു ഫോൾഡറിലേക്ക് വെൽ ഓർഗനൈസ് ചെയ്ത് ആ ഫോൾഡറിന് സിപ്പ് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡാണ്. വീണ്ടും പറയുന്നു, ആഡ് ഓർ ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാക്കൽറ്റിക്ക് തീർച്ചയായിട്ടും കറക്റ്റ് നിങ്ങൾ ഇൻ ടൈമിലാണോ എങ്ങനെയാണ് സെൻഡ് ചെയ്തിട്ടുള്ളതൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. ഡൺ ലേറ്റ് കണ്ടോ, ഒരാൾ മാത്രമേ കറക്റ്റ് ടൈമിൽ അയച്ചിട്ടുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ്. നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ടും മനസ്സിലാവണില്ല വെച്ചാൽ 2-3 തവണ പ്രാക്ടീസ് ചെയ്തെങ്കിൽ കറക്റ്റ് ആവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക, എങ്ങനെയൊക്കെയാണുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.